നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ചൂടിൽ നാട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച് സ്ഥാനാർത്ഥികൾ. ക്രൈസ്തവ വിശ്വാസികൾ ഞായറാഴ്ച ഓശാന തിരുനാൾ ആഘോഷിക്കും. തിരുക്കർമ്മങ്ങൾക്കായി ഒരുങ്ങി ദേവാലയങ്ങൾ. മുപ്ലിയം മുത്തുമല ശ്രീ ബാലസുബ്രഹ്മണ്യം സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ആഘോഷിച്ചു. അഖില വിശ്വ ഗായത്രി പരിവാർ ശാന്തികുഞ്ച് ഹരിദ്വാറിന്റെ നേതൃത്വത്തിൽ ആനന്ദപുരത്ത് നടത്തുന്ന 24 കുണ്ട ഗായത്രി മഹായജ്ഞത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് മറ്റത്തൂർ പഞ്ചായത്തിൽ ആവേശകരമായ പ്രചാരണ പര്യടനം നടത്തി. രാവിലെ മറ്റത്തൂർ സെന്ററിലെ കടകമ്പോളങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ആരംഭിച്ച പര്യടനത്തിൽ വ്യാപാരികളും പൊതുജനങ്ങളും സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. മറ്റത്തൂർ പള്ളി, നെല്ലിപ്പറമ്പ് മുസ്ലിം പള്ളി, മൂന്നുമുറി ദേവാലയം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ അദ്ദേഹം മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അനുഗ്രഹം തേടുകയും ചെയ്തു. ആത്മീയ കേന്ദ്രമായ കൈമുക്കുമനയിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. മേഖലയിലെ പ്രമുഖ വ്യക്തികളെ നേരിൽ കാണുന്നതിന്റെ ഭാഗമായി SNDP സെക്രട്ടറി KR ദിനേശന്റെ വസതിയിൽ സ്ഥാനാർത്ഥി എത്തിച്ചേർന്നു. തുടർന്ന് ഹോളി മൗണ്ട് വെള്ളം കമ്പനി, എവർഫ്രഷ് വെള്ളം കമ്പനി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി തൊഴിലാളികളോട് വോട്ട് അഭ്യർത്ഥിച്ചു. സാമൂഹിക സേവന രംഗത്ത് സജീവമായ ശാന്തിഭവൻ ഓൾഡേജ് ഹോമിലെ അന്തേവാസികളെയും അദ്ദേഹം സന്ദർശിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലൂടെ കടന്നുപോയ പ്രചാരണ ജാഥയിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് അറുതി വരുത്താൻ മാറ്റം അനിവാര്യമാണെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. പ്രാദേശിക UDF നേതാക്കളും പ്രവർത്തകരും വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച് തൃക്കൂർ മണ്ഡലത്തിൽ KK രാമചന്ദ്രന്റെ മോർണിംഗ് വാക്ക് വിത്ത് KKR പര്യടനം ശനിയാഴ്ച മണ്ഡലതലത്തിൽ നടന്ന പ്രഭാത സവാരിയിൽ നൂറുകണക്കിന് പ്രവർത്തകരും വോട്ടർമാരും പങ്കുചേർന്നു. പ്രവർത്തകർക്കിടയിലും വോട്ടർമാർക്കിടയിലും ആവേശം നിറച്ചുകൊണ്ടാണ് KK രാമചന്ദ്രന്റെ പ്രഭാത സവാരി പുരോഗമിക്കുന്നത്. ശനിയാഴ്ച രാവിലെ കല്ലൂർ നായരങ്ങാടിയിൽ നിന്നുമാണ് പ്രഭാത സവാരി ആരംഭിച്ചത്. ആലങ്കോട് വരെ നീണ്ട പദയാത്രയിൽ വഴിനീളെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. മുതിർന്ന നേതാക്കളും യുവാക്കളും അടക്കം വൻനിര തന്നെ സ്ഥാനാർത്ഥിക്കൊപ്പം അണിനിരന്നു. KS റോസൽ രാജ, രാഘവൻ മുളങ്ങാടൻ, ജോസ് തെക്കേത്തല, വൈശാഖ, VM സിനീഷ്, രാജേഷ്, കപിൽരാജ് തുടങ്ങിയ പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം പദയാത്രയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സമാനമായ രീതിയിൽ വോട്ടർമാരെ നേരിൽ കാണുന്ന പരിപാടികൾ തുടരുമെന്ന് കേന്ദ്രങ്ങൾ അറിയിച്ചു. സ്ഥാനാർത്ഥിക്കൊപ്പം പുതുക്കാട് മണ്ഡലത്തിൽ മത്സരചിത്രം തെളിഞ്ഞതോടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണ പരിപാടികളിലേക്ക് കൂടുതൽ സജീവമായി. UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് പ്രചരണ വാഹനത്തിൽ NCTVക്കൊപ്പം ചേർന്നപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾ അങ്ങനെ ആവേശപൂർവ്വം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇനി ഏതാണ്ട് നമുക്കറിയാം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശങ്ങളിലേക്ക് കടക്കുകയാണ്. ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പ് ദിവസത്തിനായി കാത്തിരിക്കുകയാണ് കേരളത്തിലെ വോട്ടർമാർ. ഇപ്പോൾ പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും പ്രചരണ തിരക്കിലാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KM ബാബുരാജാണ്. വലിയ ആവേശത്തിലാണ് പുതുക്കാട്. ഇപ്പോൾ ഈ ഒരു രഥത്തിന്റെ മാതൃകയിലുള്ള ഒരു വാഹനത്തിലാണ്, തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനത്തിലാണ് ബാബുരാജേട്ടനുള്ളത്. ബാബുരാജേട്ട, ഇതൊരു രഥത്തിന്റെ മാതൃകയാണ്. ഇതൊരു വികസന രഥമാണോ പുതുക്കാടിന്റെ? തീർച്ചയായും. കഴിഞ്ഞ 20 കൊല്ലക്കാലമായി LDFന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ ഈ പ്രദേശത്തോട് കാണിച്ചിട്ടുള്ള വിമുഖത, അത് കോൺഗ്രസിന്റെ അത് മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശ്രീ KP വിശ്വനാഥൻ തുടങ്ങി വെച്ചിട്ടുള്ള ഒട്ടേറെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാനും പുതിയ ഒരു വികസന സംസ്കാരം കേരളത്തിൽ നടപ്പിലാക്കാനും UDFന്റെ നേതൃത്വത്തിലുള്ളൊരു സർക്കാർ ഇവിടെ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ ഭാഗമായി പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ നിന്നും ഒരു ജനപ്രതിനിധി, ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാകണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം.
ഞാൻ 4 പഞ്ചായത്തിലുള്ള പര്യടനം ഇപ്പോൾ ഇന്നത്തോടുകൂടി പൂർത്തിയാക്കുകയാണ്. വളരെ ആവേശകരമായ രീതിയിൽ ജനങ്ങൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്നോട് പിന്തുണയും അതുപോലെ അവർ വരുമ്പോൾ എല്ലാ സ്വീകരണവും നൽകുകയാണ്. വലിയ സ്വീകരണമാണ് എല്ലാ കേന്ദ്രങ്ങളിലും എനിക്ക് ലഭിക്കുന്നത്. മറ്റ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. ഇപ്പോൾ 6 സ്ഥാനാർത്ഥികളാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഒരു സമയം കഴിയുമ്പോൾ 6 സ്ഥാനാർത്ഥികളാണ് പുതുക്കാട് മണ്ഡലത്തിലുള്ളത്. UDF-ന്റെ മത്സരം ആരുമായിട്ടായിരിക്കും? തീർച്ചയായും ഇവിടെ UDF-ഉം തീർച്ചയായും ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മറ്റ് BJP NDA ഇവിടെ രംഗത്തുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടുള്ളൊരു പ്രചാരണമോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനമോ എന്നും കാണുന്നില്ല. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ജനങ്ങൾ ഈ വോട്ടർമാരിൽ നിന്ന് മനസ്സിലാക്കിയനുസരിച്ച് 4 തവണ സ്ഥിരമായി മത്സരിച്ച പരാജയമടഞ്ഞ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വോട്ടർമാർക്ക് അതിനൊരു വിമുഖത കാണുന്നു. അത് കാരണം ഇവിടെ തീർച്ചയായിട്ടും UDF-ഉം LDF-ഉം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം നീക്കുകയാണ്. ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കെല്ലാം സഹായിക്കണം. കൈയടയാളം പ്രബുദ്ധരായ ജനങ്ങൾക്കെല്ലാം നേരിൽ കണ്ട് വോട്ട് കേൾപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ ജനിച്ചു വളർന്ന പുതുക്കാട്ടിലെ ജനങ്ങളുടെ ചങ്കിലെ ചെങ്ങാതി എന്നറിയപ്പെടുന്ന KM ബാബുരാജ് ഇതാ കടന്നു വരികയാണ്. ഐക്യജനാധിപത്യയുടെ സ്ഥാനാർത്ഥി ശ്രീ KM ബാബുരാജ് നന്ദി രേഖപ്പെടുത്തുന്നു. വോട്ടർമാരെ, ജനാധിപത്യ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അടുത്ത മാസം 9-ാം തീയതി സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാനം ഭരിച്ചു മുടിച്ച സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാക്കിയ ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ ഒരു വലിയ ധർമ്മസമരത്തിലാണ് UDF-ഉം അതിൻ്റെ നേതൃത്വവും. 140 നിയോജകമണ്ഡലങ്ങളിലും UDF-ൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ ജനപ്രതിനിധിയിടാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. തീർച്ചയായും എന്നെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം എനിക്ക് നൽകി ഈ നാടിനെ രക്ഷിക്കാനും ഈ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ഇവിടെയുള്ള ക്ഷേമ പദ്ധതികളും ഒക്കെ നടപ്പിലാക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് പ്രത്യേക ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. വിവിധ പര്യടന കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ വലിയ ആവേശത്തോടെയാണ് KM ബാബുരാജിനെ വോട്ടർമാർ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. ഇത്തവണ പുതുക്കാട് മണ്ഡലത്തിൽ UDF-ന് ശക്തമായ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് KM ബാബുരാജ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വോട്ടർമാരെ നേരിൽ കണ്ട് ഉറപ്പിക്കാനുള്ള വേഗപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ ശനിയാഴ്ചയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് നമുക്കാരുടെ പ്രിയങ്കര സ്വീകരണത്തിന് മുമ്പോടായി നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഏപ്രിൽ 9 കേരള നിയമസഭയിലെ 16ാമത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും ഞാൻ ജനവിധി തേടുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഈ നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇനി 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഏതായാലും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള വേഗപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ പുതുക്കാട് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KK രാമചന്ദ്രൻ സിറ്റിംഗ് MLA ആണ് നമ്മോടൊപ്പമുണ്ട്. തുറന്ന ജീപ്പിലാണ് ഇന്നത്തെ ഈ പര്യടനം. രാമചന്ദ്രേട്ടാ, ഈ ഒരു കഴിഞ്ഞ 5 വർഷക്കാലം MLA ആയിരുന്നു, ജനങ്ങളോട് തുറന്ന സമീപനം സ്വീകരിച്ചതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണോ ഈ തുറന്ന ജീപ്പിലെ പര്യടനം? തീർച്ചയായും ഇവിടെ ഇന്ന് മുതലാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ ജനങ്ങളുമായി സംവദിക്കുന്ന പൊതു പര്യടന പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. തുടർച്ചയായി 6 ദിവസം 2 ഘട്ടമായിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. 1-ാം ഘട്ടം 3 ദിവസം, വീണ്ടും തുടർച്ചയായിട്ട് 2-ാം ഘട്ടം 3 ദിവസം. അങ്ങനെ തുടർച്ചയായി 6 ദിവസങ്ങളിൽ ഈ മണ്ഡലത്തിൻ്റെ ഒട്ടുമിക്ക മേഖലകളിലും കവർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പൊതുജന പര്യടന പരിപാടിയാണ് LDF ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് ഇന്ന് വല്ലച്ചറിൽ നിന്ന് ആരംഭിച്ചു. ഇപ്പോൾ നന്മണക്കര ഗ്രാമപഞ്ചായത്തിലെ ചെറുവാളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് പറപ്പുകര ഗ്രാമപഞ്ചായത്തിലെ നന്ദിക്കരയിൽ വെച്ച് ഇന്നത്തെ പര്യടന പരിപാടി അവസാനിപ്പിക്കും. വളരെ വിജയകരമായ ആവേശകരമായ ഒരു അനുഭവമാണ് തുടങ്ങിയപ്പോൾ തന്നെ ലഭ്യമായിട്ടുള്ളത്. വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ വോട്ടർമാരുടെ സമീപനം എങ്ങനെയാണ്? വോട്ടർമാർക്ക് പരിചിതനാണല്ലോ. നമ്മൾ ഈ നാട്ടിയുടെ വഴിയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്ന ഒരാളല്ലേ. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നവരും വികസന പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി ഒരു കൂട്ടം ഇറങ്ങിയിട്ട്, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കെതിരായുള്ള ജനങ്ങൾ, അപ്പോൾ ആ ഒരു സ്വീകാര്യത നമുക്കിവിടെ ഉണ്ട്. 5 കൊല്ലം MLA ആയിട്ട് ഇരുന്നിട്ട് ഈ ജനങ്ങളുടെ ഇടയിൽ തുറന്ന ജീപ്പിൽ വരുമ്പോൾ കുറച്ച് ചങ്കൂറ്റം വേണം. അങ്ങനെയല്ല, ചങ്കൂറ്റത്തിൻ്റെ കാര്യം വേറെ നിൽക്കട്ടെ. അത് നമ്മൾ നേരത്തെ നമുക്ക് എത്രയോ കാര്യങ്ങളൊക്കെ നമ്മളതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമാവുക എന്ന് പറഞ്ഞാൽ ഒരു ചങ്കൂറ്റം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ എതിരാളികളും വെല്ലുവിളിച്ച് എല്ലാ എതിരാളികളുടെ വെല്ലുവിളികളും അതിജീവിച്ചിട്ടാണല്ലോ പ്രവർത്തിക്കേണ്ടി വരുന്നത്. അല്ലാതെ മാധ്യമങ്ങളുടെ പരിലാളനയോ അല്ലേ ഒന്നുമില്ലാതെ അവരുടെയൊക്കെ എതിർപ്പുകളും അതിനെയൊക്കെ വളരെ സഹിഷ്ണുതയോടെ നേരിട്ടിട്ടില്ല ഞങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് IPL തുടങ്ങുകയാണ്. അപ്പോൾ IPL ഒരു ഉജ്ജ്വല ടീമാണ് KKR, എൻ്റെ ഇഷ്ടപ്പെട്ട ടീമാണ്. അപ്പോൾ പുതുക്കാടിൻ്റെ ഒരു KKR വലിയ ആവേശത്തിലാണ് പുതുക്കാട് KKR എന്ന പേര് ഉയർന്നു കേൾക്കുന്നത്. പുതുക്കാട് മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ മതി. അത് കോർപ്പറേറ്റ് സംവിധാനങ്ങൾ ആണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പ്രശ്നമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ എൻ്റെ ആണെന്നൊക്കെ പറയാമോ? അല്ലല്ല, സ്പോർട്സ് ആണ്. അതെ, ഞാൻ KKR ആരാധകരായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അത് മനസ്സിലായി എനിക്ക്. നേരത്തെ അവിടെ കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു പരസ്യം വന്നില്ലേ ഇപ്പോൾ? അതെന്താ രൂപേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായില്ലോ അതിനെ സംബന്ധിച്ച്. അത് ആ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ തുടരണം. നമ്മുടെ ഈ പുതുക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇത് സംഘർഷങ്ങളില്ലാത്ത, വർഗീയ കലാപങ്ങളില്ലാത്ത, എല്ലാവരും കൂടിച്ചേരുന്ന ഒരു പ്രത്യേകതയുള്ള മണ്ഡലമായി കുറേ വർഷങ്ങളായി നമ്മുടെ പുതുക്കാട് നിയോജക മണ്ഡലം മുന്നോട്ട് പോവുകയാണ്. അതിന് തീർച്ചയായും ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളെയും നമ്മൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇലക്ഷനൊക്കെ ആയി വന്നപ്പോൾ അതൊക്കെ ഓരോരുത്തരൊക്കെ പറയേണ്ടെന്നല്ലാതെ അതൊരു സ്വാഭാവികമാണ്. അതവർക്ക് പറയാണ്ട് നിർവാഹമില്ല. അവരുടെ രാഷ്ട്രീയ രീതികൾ അങ്ങനെയാണെന്നുള്ളതുകൊണ്ട് കുറേയൊക്കെ ഒതുക്കി വെച്ചവരുണ്ട്. പക്ഷേ ചിലവരൊക്കെ ഇപ്പോൾ വീണ്ടും പുറത്തിറക്കി ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾ വികസന പ്രവർത്തനങ്ങളുമായി ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ജനകീയമായ ഇടപെടലോടെ മുന്നോട്ട് പോകും. ഏതായാലും പുതുക്കാടിൻ്റെ KKR പറയുന്നത് പോലെ പുതുക്കാട്ടത്തെ വോട്ടർമാർ വലിയ ഹാപ്പിയാണ്. കാരണം വീണ്ടും ഒരിക്കൽ കൂടി KK രാമചന്ദ്രനെ തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ ലഭിക്കുമ്പോൾ വലിയ ആവേശത്തിലാണ് വോട്ടർമാർ. ആ സന്തോഷം KKRൻ്റെ മുഖത്തുമുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പരസ്യ പ്രചരണത്തിന് 10 ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് പുതുക്കാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് അങ്ങാടി കേന്ദ്രീകരിച്ചായിരുന്നു NDA സ്ഥാനാർത്ഥി A പരമേശ്വരൻ എന്ന നാഗേഷിന്റെ ശനിയാഴ്ച വൈകിട്ടത്തെ പ്രചാരണ പരിപാടികൾ. വ്യക്തിപരമായും സ്ഥാനാർത്ഥി എന്ന നിലയിലും ഒട്ടും പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത പുതുക്കാട്ടങ്ങാടിയിലാണ് ശനിയാഴ്ച വൈകിട്ട് NDA സ്ഥാനാർത്ഥി പരമേശ്വരൻ എന്ന A നാഗേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ. ഏതായാലും 10 ദിവസം മാത്രമാണ് ഈ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ബാക്കി നിൽക്കുന്നത്. എങ്ങനെയുണ്ട് വോട്ടർമാരുടെ ഒരു സമീപനം എങ്ങനെയാണ്? ദിവസങ്ങൾ അടുക്കുന്നതോറും ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും നല്ല രീതിയിലുള്ള വിജയപ്രതീക്ഷ മാത്രമല്ല 100% വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർക്കും എനിക്കും ഉണ്ട്. എല്ലാ മേഖലയിലും കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അപ്പുറത്ത് ഞങ്ങളെ സ്വീകരിക്കുന്ന കാഴ്ചയാണ്. ഈ മേഖലയിലൊക്കെ തന്നെ മുഴുവൻ ആളുകൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരവസരം തരാൻ എല്ലാ ആളുകളും തയ്യാറായിട്ടുണ്ട്. കാരണം പല മേഖലയിൽ ചെല്ലുന്ന സമയത്ത് BJPക്ക് ശക്തിയില്ലാത്ത മേഖലയിലൊക്കെ ചെല്ലുന്ന സമയത്ത് കുടിവെള്ളമില്ലാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ മേഖലയിലെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അവർ തയ്യാറാകുന്നു. കഴിഞ്ഞ നിരവധി കാലങ്ങളായി ഭരണകക്ഷി ഭരിച്ചിട്ടും ഒരു ചെറുവിരലനക്കാൻ പറ്റാതെ കുടിവെള്ളം കിട്ടാത്ത
ആ പുതുക്കാട് പഞ്ചായത്തിൻ്റെ ശാന്തിനഗർ പോലുള്ള പ്രദേശങ്ങളിലെ ആളുകൾ ഇങ്ങോട്ട് വന്ന് പറയുന്ന കാഴ്ചയാണ്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് വളരെ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് പ്രവർത്തനമെത്തിക്കാൻ സാധ്യമായിട്ടുണ്ട്. പ്രവർത്തകരെല്ലാം ആവേശത്തിലാണ്. തൃശ്ശൂരിൽ ഞങ്ങൾ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ ആഘോഷം ഞങ്ങൾ പുതുക്കാട് നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടി പൂർത്തിയാകുമ്പോൾ 6 സ്ഥാനാർത്ഥികളാണ് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ആരോടാണ് BJPയുടെ മത്സരം? BJPയെ സംബന്ധിച്ച് ആകെ ഭാരതീയ ജനതാ പാർട്ടി ഒരു ഭാഗത്തും മറ്റെല്ലാ നേരത്തെ പറഞ്ഞ ചണ്ടി ചാമുണ്ടികൾ മറുഭാഗത്തും നിൽക്കുന്ന കാഴ്ചയാണ്. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇടതു വലതു മുന്നണികൾക്കുള്ള ബദൽ കേരളത്തിൽ ഉദയം കൊള്ളുന്ന തെരഞ്ഞെടുപ്പാണിത്. കേരളം കഴിഞ്ഞാൽ കൈകൊട്ടി കോർത്ത് നിൽക്കുന്ന ആളുകൾ കേരളത്തിൽ കളിക്കുന്ന ഈ നാടകം ഞങ്ങൾ അവസാനിപ്പിക്കാനും ജനമധ്യത്തിൽ തുറന്നു കാണിക്കാനും ഞങ്ങൾ തയ്യാറാകും. കേരളത്തിന് പുറത്ത് ഇവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയും MA ബേബി അടക്കമുള്ള ആളുകൾ, രാഹുൽ ഗാന്ധിയുടെ വേദി പങ്കിടുന്ന ആളുകൾ, ഇവിടെ പിണറായി വിജയനും VD സതീശനും എന്തെങ്കിലും നാണമുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുമായി നേർക്കുനേർ പോരാടാൻ തയ്യാറാകണം. ഭാരതീയ ജനതാ പാർട്ടി ഒരു ഭാഗത്തും 2 കൂട്ടരും മറുഭാഗത്തുമായി പോരാട്ടം അടുത്ത് തന്നെ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പോൾ നാളെ പ്രധാനമന്ത്രി അടക്കം തൃശ്ശൂരിലെത്തിയാണ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. എത്രത്തോളം ആവേശമുണ്ട് പ്രവർത്തകരിൽ? കേരളത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ ദേശീയ നേതൃത്വം വളരെ അസന്നിഗ്ധമായ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ആരാധനായ നേതാവ് അമിത്ഷാ സൂചിപ്പിച്ചത് കേരളം, ബംഗാൾ, തമിഴ്നാടെന്നാണ്. എന്താണോ അമിത്ഷാജി മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് അതാണ് ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിട്ടുള്ളത്. കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം എന്ന മുദ്രാവാക്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് അദ്ദേഹം നടപ്പാക്കിയത്. ഇനി യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ എല്ലാ മേഖലയിലും അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഒത്താശയോടും അവരുടെ പിന്തുണയോടും കൂടിയിട്ടാണ്, അവരുടെ മേൽനോട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നതെങ്കിൽ യാതൊരു സംശയം വേണ്ട, 1.5% നിന്ന് ത്രിപുരയിൽ അധികാരം പിടിച്ച പോലെ കേരളത്തിൽ അതിശക്തമായ മാറ്റം നിങ്ങളെല്ലാം വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് 2 മുന്നണിയുടെയും മരണം സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും വലിയ ആവേശത്തിലാണ് പുതുക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി നാഗേഷ്. നാഗേഷ് പറയുന്നത് പോലെ തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വോട്ടർമാർ BJPക്ക് അനുകൂലമായി ഇത്തവണ വോട്ട് ചെയ്യും. അത് വലിയ അത്ഭുതങ്ങൾ പുതുക്കാട് മണ്ഡലത്തിൽ സൃഷ്ടിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. മറ്റു വാർത്തകളിലേക്ക്. ക്രൈസ്തവ വിശ്വാസികൾ ഞായറാഴ്ച ഓശാന തിരുനാൾ ആഘോഷിക്കും. വലിയ നോമ്പാചരണത്തിന്റെ അവസാന ആഴ്ചയായ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഓശാന ഞായർ തിരുക്കർമ്മങ്ങളോടെയാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രാജകീയമായ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി കുരുത്തോലകളേന്തി വിശ്വാസികൾ ഇന്ന് വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക തിരുകർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടക്കും. യേശുവിനെ ഒലിവിലകളേന്തി ജനങ്ങൾ വരവേറ്റതിന്റെ സ്മരണയ്ക്കായിട്ടാണ് നഗരവീഥികളിൽ വിശ്വാസികൾ അണിനിരക്കുന്നത്. സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും നാളുകളായ പീഡാനുഭവ വാരത്തിന് ഇന്നത്തെ ചടങ്ങുകളോടെ തുടക്കമാകും. നാളെ മുതൽ ബുധൻ വരെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രഭാത ധ്യാനങ്ങളും ദിവ്യബലിയും നടക്കും. തുടർന്ന് വിശ്വാസത്തിന്റെ പ്രധാന ഘട്ടങ്ങളായ പെസഹ വ്യാഴം, ദുഃഖവെള്ളി ചടങ്ങുകളിലേക്ക് വിശ്വാസികൾ കടക്കും. ശനിയാഴ്ച രാത്രി ആരംഭിക്കുന്ന ഉയിർപ്പ് തിരുക്കർമ്മങ്ങൾ ഞായറാഴ്ച പുലർച്ചെ അവസാനിക്കുന്നതോടെ ലോകം ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് നീങ്ങും. ത്യാഗത്തിന്റെയും പ്രത്യാശയുടെയും ഈ വിശുദ്ധ വാരത്തിൽ ഏവർക്കും NCTV ന്യൂസിന്റെ ഓശാന സ്മരണകൾ നേരുന്നു. മുപ്പിളിയം മുത്തുമല ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ചു.
മേളത്തിന് കൊടകര ഉണ്ണി പ്രാമാണിത്വം വഹിച്ചു. തുടർന്ന് 4 ദേശങ്ങളിൽ നിന്നും കാവടി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന് കൂടിയാട്ടം നടത്തി. ഉച്ചതിരിഞ്ഞ് കാഴ്ചശിവേലിയും വൈകിട്ട് കാവടിയാട്ടവും പുറത്തേക്ക് എഴുന്നള്ളിപ്പും നടത്തി. സംസ്ഥാനത്ത് മദ്യശാലകൾ വ്യാപകമാക്കുന്ന ഇടതു സർക്കാർ നയത്തിനെതിരെ കേരള മദ്യനിരോധന സമിതി ആമ്പല്ലൂരിൽ പ്രതിഷേധ പരിപാടികൾ നടത്തി. പ്രതിഷേധ പരിപാടി പുതുക്കാട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ആന്റണി പന്തലുകാരൻ അധ്യക്ഷത വഹിച്ചു. കേരള ആംബുലൻസ് അസോസിയേഷൻ പ്രസിഡന്റും തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പ്രഭനൻ ചുണ്ടേലപ്പറമ്പിൽ, സംസ്ഥാന സെക്രട്ടറി മേഴ്സി ജോയ്, സംസ്ഥാന യുവജന ചെയർമാൻ മാർട്ടിൻ പെരേക്കാടൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി ജോസ് ചെമ്പിശ്ശേരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ സത്യൻ, സജീവൻ നടത്തറ തുടങ്ങിയവർ പ്രസംഗിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ കേരളത്തിലെ യുവജനങ്ങളെയും സ്ത്രീകളെ ഉൾപ്പെടെ ആളുകളെ മദ്യപാനത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കി മദ്യം കഴിക്കണമെന്ന പ്രോത്സാഹനം നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ്. നേരത്തെ മുന്നേ സൂചിപ്പിച്ചതുപോലെ പള്ളിയല്ല പണിയണം, പള്ളിക്കൂടം പണിയണമെന്ന വിപ്ലവകാരം പേടിയ പാർട്ടി സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ വലിയ പരസ്യവാചി കൊണ്ട് നേരത്തെ പറഞ്ഞു. നമ്മുടെ മൺമറഞ്ഞു പോയ പ്രസിദ്ധ സിനിമാ താരങ്ങളായ KPS ലളിതയും പ്രിയപ്പെട്ട ഇന്നസെന്റും ഒക്കെ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ അധികാരത്തിൽ വന്നാൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നിവിടെ തെരഞ്ഞെടുപ്പിന്റെ കോലാഹലം നടക്കുന്നത്. ഇടതുപക്ഷ മുന്നണി 9 വർഷം മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ വെറും 29 പാർലമെന്റ് കാര്യത്തിലുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ ഒരു പാർലമെന്റ്. അഖില വിശ്വ ഗായത്രി പരിവാർ ശാന്തി കുഞ്ച് ഹരിദ്വാറിന്റെ നേതൃത്വത്തിൽ ആനന്ദപുരത്ത് നടത്തുന്ന 24 കുണ്ട ഗായത്രി മഹായജ്ഞത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ആനന്ദപുരത്തുള്ള അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരാജ് ഔഷധശാല കോമ്പൗണ്ടിൽ ഞായറാഴ്ച രാവിലെ 9 മുതലാണ് മഹായജ്ഞം ആരംഭിക്കുക. സ്വാമി മഹാമണ്ഡലേശ്വർ, ആനന്ദവനം ഭാരതി മഹാരാജ്, ശബരിമല മുൻ മേൽശാന്തിമാരായ ജയരാജ് നമ്പൂതിരി, ഏഴിക്കോട് ശശി നമ്പൂതിരി, അഴകം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഗുരുവായൂർ മുൻ മേൽശാന്തി EK ഹരിനാരായണൻ നമ്പൂതിരി, സ്വാമി യോഗി മഹേശ്വരാനന്ദ, അഷ്ടവൈദ്യൻ ET ദിവാകരൻ മൂസ്, ഗുരുവായൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് EK വിജയൻ എന്നിവരെ യജ്ഞവേദിയിൽ ആദരിക്കും. മനുഷ്യന്റെ ജീവശക്തി, സഹനശക്തി, രോഗപ്രതിരോധ ശക്തി എന്നിവയെ വർദ്ധിപ്പിക്കുന്നതിന് യജ്ഞം ഉപകരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വൈദ്യരാജ് ഔഷധശാല മാനേജിംഗ് പാർട്ണർ ഡോക്ടർ KS കൊച്ചുമോൻ, ഗായത്രി പരിവാർ സംഘാംഗം VS ജോഷി, വൈദ്യരാജ് ഔഷധശാല മാനേജർ M ജയകുമാർ, ഹരിത ഫാർമസ്യൂട്ടിക്കൽസ് മാനേജർ K രാമൻ എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 19 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മലയാറ്റൂർ സെബിയൂർ സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ 33 വയസ്സുള്ള സനുവിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ജഡ്ജി വിവിജ സേതുമോഹനാണ് ശിക്ഷ വിധിച്ചത്. 2020 മെയ് മാസം മുതൽ പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് പുതുക്കാട് പോലീസ് എടുത്ത കേസിലാണ് പ്രതിയെ ശിക്ഷിച്ചത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആയിരുന്ന TN ഉണ്ണികൃഷ്ണനാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 17 സാക്ഷികളെയും 27 രേഖകളും ഹാജരാക്കിയിരുന്നു. പ്രതിഭാഗത്തുനിന്ന് 1 സാക്ഷിയെയും വിസ്തരിച്ചു. പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷാവിധി. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകണം. മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. ലൈസൺ ഓഫീസർ TR രജനി നടപടികൾ ഏകോപിപ്പിച്ചു. പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘം മണ്ണുത്തി കിലയുമായി സഹകരിച്ച് 3 ദിവസങ്ങളായി നടത്തിയ കരകൗശല നിർമ്മാണ പരിശീലനം സമാപിച്ചു. സമാപന സമ്മേളനം മണ്ണുത്തി കില പ്രിൻസിപ്പൽ അയന ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് NV അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിബിത സുധീഷ്, ഭരണസമിതി അംഗം MC ഗോപി, കലാപ്രിയ സുരേഷ്, ഇൻസ്ട്രക്ടർമാരായ മനോജ്, ഡോക്ടർ കവിത, ബിഞ്ചി, രാജു കിഴക്കുടൻ എന്നിവർ പങ്കെടുത്തു. പരിശീലനത്തിന്റെ 2ാം ഘട്ടം മെയ് 2ാം വാരം നടത്തും. വ്യക്തിപരമായി കുറച്ച് ആവശ്യങ്ങൾ വന്ന് ലീവൊക്കെ ആയതുകൊണ്ടൊക്കെ ഒന്ന് നീണ്ടുപോയതാണ്. പക്ഷേ
എനിവേ ഈ വർഷം തന്നെ, ഈ സാമ്പത്തിക വർഷം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള സന്തോഷം. പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനത്തെ പരിപാടികൾക്ക് നമ്മൾ കുറേ ആൾക്കാർ മറ്റുള്ള പകർന്നു കൊടുക്കുന്നത് എല്ലാവർക്കും നല്ല അഭിവൃദ്ധി, എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടും. എനിക്ക് എൻ്റെ ഭാര്യ. പ്രശസ്തമായ തൊട്ടിപ്പാൾ പൂരം മാർച്ച് 30-ന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. തപോവനം ശ്രീ വ്യാസ ആശ്രമ ട്രസ്റ്റ് ചെമ്പിച്ചിറയിൽ നിർമ്മിച്ച ആശ്രമത്തിന്റെ പ്രവേശനവും ഗുരുപാതുക പ്രതിഷ്ഠയും ഞായറാഴ്ച നടത്തും. രാവിലെ 9:45-നും 10:30-നും മധ്യേ ആശ്രമ മഠാധിപതി സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതിയുടെയും മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുപാതുക പ്രതിഷ്ഠ നടക്കും. തുടർന്ന് നടക്കുന്ന ആത്മീയ സമ്മേളനം റിട്ടയേർഡ് ജില്ലാ ജഡ്ജി പി മാധവൻ ഉദ്ഘാടനം ചെയ്യും. സ്വാമി ആനന്ദവനം ഭാരതി അനുഗ്രഹ പ്രഭാഷണവും ആമേടമംഗലം വാസുദേവൻ നമ്പൂതിരി മുഖ്യ പ്രഭാഷണവും ശശി അയ്യഞ്ചിറ ആശംസാ പ്രസംഗവും നടത്തും. കാവല്ലൂർ അയ്യഞ്ചിറ ശ്രീ ഭഗവതി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും തോറ്റം പാട്ടും മാർച്ച്, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി നടത്തും. റോഡിൽ പാർക്ക് ചെയ്ത കോർപ്പറേഷന്റെ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. തൃശൂർ MG റോഡിൽ ഫുട്പാത്തിൽ കാൽനടയാത്രക്കാർക്ക് തടസ്സമാക്കുന്ന രീതിയിൽ പാർക്ക് ചെയ്ത തൃശൂർ കോർപ്പറേഷന്റെ വാഹനത്തിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നടപടി. തൃശൂർ നഗരത്തിലെ അനധികൃത പാർക്കിംഗ് പിടികൂടുന്നതിനായി പെട്രോളിംഗ് നടത്തിവരുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവും സംഘവുമാണ് നിയമലംഘനം കണ്ടെത്തി നടപടിയെടുത്തത്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് SSLC +2 ഡിഗ്രി പാസ്സായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ 7994926081. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,575 രൂപയും പവന് 1,80,600 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് ചൂടിൽ നാട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച് സ്ഥാനാർത്ഥികൾ. ക്രൈസ്തവ വിശ്വാസികൾ ഞായറാഴ്ച ഓശാന തിരുനാൾ ആഘോഷിക്കും. തിരുക്കർമ്മങ്ങൾക്കായി ഒരുങ്ങി ദേവാലയങ്ങൾ. മുപ്പിളിയം മുത്തുമല ശ്രീ ബാലസുബ്രഹ്മണ്യം സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ആഘോഷിച്ചു. അഖില വിശ്വ ഗായത്രി പരിവാർ ശാന്തികുഞ്ച് ഹരിദ്വാറിന്റെ നേതൃത്വത്തിൽ ആനന്ദപുരത്ത് നടത്തുന്ന 24 കുണ്ട ഗായത്രി മഹായജ്ഞത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.